നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുമാവ ചുമ്മാതെ കിടക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, ആള് വെറുതെ കിടക്കുന്നതാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. തെറാപ്പി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. തെറാപ്പി കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ, പക്ഷേ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അതെല്ലാവരോടും ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. പറയണ്ടേ? നമ്മൾ ആദ്യട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നവരെ എല്ലാവർക്കും അറിയാമല്ലോ. മിക്ക ദിവസവും നമ്മൾ ന്യൂറോ മെഡിസിനൊക്കെ ആയിട്ട് നടക്കുവാണ്. പിന്നെ ഡെയിലി ഫിസിയോതെറാപ്പി കാക്കയുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി ഫിസിയോതെറാപ്പിക്കായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ വഴിയാണ്. ഞാൻ ഷൊർണൂർ ഐക്കോൺസിൽ പോയ കാര്യം അറിയാമല്ലോ. ഷൊർണൂരിൽ ഐക്കോൺസിൽ പോയി കഴിഞ്ഞപ്പം നമ്മുടെ കൂടെ ഒരു കുഞ്ഞുവാവ വന്നായിരുന്നു. അവരെക്കുറിച്ച് വേറൊന്നും പറയുന്നില്ല, കുഞ്ഞുവാവ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഐക്കോൺസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഡോക്ടറെ അല്ല, നമ്മൾ മെയിനായിട്ടുള്ള ന്യൂറോ ഡോക്ടറെ അല്ല കാണേണ്ടത്. നമ്മൾ കാണേണ്ടത് അവിടുത്തെ കാഷ്വാലിറ്റിയിലാണ് കാണുന്നത്. കാഷ്വാലിറ്റിയിൽ ഡോക്ടറെയാണ് കാണേണ്ടത്. അങ്ങനെ കുഞ്ഞിനെ കാണിച്ചു. നമ്മൾ ആദ്യം പോയപ്പോഴും കാഷ്വാലിറ്റി കാണിച്ചിട്ടാണ് പോയത്. കാഷ്വാലിറ്റി കാണിച്ചിട്ട് അവർ നമുക്ക് പിന്നെ എന്താണെന്ന് പറഞ്ഞു തരും. പിന്നെ കുറേ ഡോക്ടർമാരുണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, അങ്ങനെ ഓരോന്ന്. ബാങ്ക് വിളിച്ചു കേട്ടോ. ബാങ്ക് വിളിച്ചതുകൊണ്ട് ഞങ്ങൾ നിർത്തിയതാണ്. അന്നേരം നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓരോ ഡോക്ടർമാരെ കാണണം. അവിടുത്തെ പീഡിയാട്രീഷ്യനെ കാണണം, സൈക്കോളജിസ്റ്റിനെ കാണണം, ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണണം, മുരുകൻ സാറ് ന്യൂറോ ഡോക്ടർ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഒരുപാട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ആദ്യമേ. അവിടെ അങ്ങനെയാണ് കേട്ടോ. ഇപ്പം ടെസ്റ്റ് ചെയ്യണമെന്നല്ല, പിന്നെ ചെയ്യണം. അപ്പോൾ അവിടെ അങ്ങനെയാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് ആ മോക്ക് അവരാദ്യമായിട്ട് വരുന്നതാണ്. ഈ ഡോക്ടറെയൊക്കെ കാണണം. നമ്മളതെല്ലാം അങ്ങനെ കണ്ടു കഴിഞ്ഞ് നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി. അതാണ് കേട്ടോ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് തട്ടിയത്. സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വേറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്ത് ആദ്യമേ 2 മക്കളാണ് വന്നത്. അവിടെ സൈക്കോളജിയുടെ കൂടെ നിൽക്കുന്ന പഠിക്കുന്നതാണെന്ന് തോന്നുന്നു. അവർ വന്ന് ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മൊത്തം ചോദിച്ചു. അത് കഴിഞ്ഞ് അവരിങ്ങനെ എഴുതി വയ്ക്കുകയൊക്കെ ചെയ്യും ആ കുഞ്ഞിൻ്റെ. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു കേട്ടോ. ഡോക്ടർ വന്നു കഴിഞ്ഞ് എനിക്കെൻ്റെ മനസ്സിനെ വല്ലാണ്ടങ്ങ് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് നമുക്കൊരു കാര്യങ്ങൾ അറിവ് പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ. അപ്പോൾ എനിക്ക് അതുപോലെ ആ സാറ് പറഞ്ഞു തന്നത്, ഞാനിങ്ങനെ നമ്മളിരുന്ന ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളിങ്ങനെ ഓരോന്നോരോന്ന് സാറ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഇതാരാ അമ്മയാണോ എന്ന് ചോദിച്ചു കുഞ്ഞിൻ്റെ. ഞാൻ പറഞ്ഞു അല്ല, ഇന്ന പോലെയാണ്, എനിക്കൊരു കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സാർ അവരോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പർ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുന്നത് എങ്ങനെയെന്ന് സാറ് പറഞ്ഞു കൊടുത്തു. സാറ് പറഞ്ഞു ആദ്യമേ ഒരു കാര്യം ചെയ്യുക, നമ്മൾ പേനയും പേപ്പറും എടുക്കുക. പേനയും പേപ്പറും എടുത്തിട്ട് നമ്മൾ പാമ്പേഴ്സ് റിമൂവ് ചെയ്യുക. പാമ്പേഴ്സ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ വെള്ളം കൊടുക്കുക. നന്നായിട്ട് വെള്ളം കൊടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് യൂറിൻ പോകുമെന്ന് നോക്കുക. നമ്മൾ എന്നിട്ട് വെള്ളം കൊടുക്കുന്ന സമയം എഴുതി വെക്കണം, യൂറിൻ പോകുന്ന സമയം അങ്ങനെ എഴുതി വെക്കണം. അങ്ങനെ നമ്മൾ അവരെ ശീലിപ്പിക്കണം. ഇത് ശീലിച്ച് വരുമ്പം ഇത് പഠിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കിതൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇവരെ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സാറ് പറഞ്ഞു നിങ്ങളത് 1 ദിവസം 2 ദിവസം കൊണ്ട് നടക്കുമെന്ന് വിചാരിക്കരുത്, ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ എനിക്കിതൊന്നും കൂടി അറിയാനുള്ള ഇൻട്രസ്റ്റ് കൂടി കേട്ടോ. അപ്പോൾ സാറിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ സാറിനോട്, അപ്പോൾ സാറിന് എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ CP ആണ് മോൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാർ എന്നോട് പറഞ്ഞു നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി കുഞ്ഞിനെ, അപ്പോൾ കുഞ്ഞിന് മാറ്റം വരും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളറിയുന്നതിനേക്കാളും കൂടുതൽ ആദൂട്ടീനെയൊക്കെ പോലെയുള്ള മക്കളെയൊക്കെ നോക്കാൻ കുറച്ചും കൂടി ഒരു അറിവ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് സാറിനോട് ഓരോന്ന് ചോദിക്കാനുള്ള കാര്യത്തിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് കൂടി. കാരണം ഇങ്ങനെ ഒരു കുഞ്ഞുള്ളപ്പം നമ്മൾ എന്തൊക്കെ അറിവ് നമുക്ക് കിട്ടുമോ അതൊക്കെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതാക്കാൻ നോക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായി. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കാരണം ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒരുപാട് നെഗറ്റീവുകളും കേട്ട കാര്യമാണ്. എന്നോട് ചോദിച്ചാൽ എന്താ വെച്ചപ്പോൾ നമ്മൾ സാറേ ഇങ്ങനെ കുഞ്ഞിൻ്റെ ഒരു ബോൾ തട്ടുന്ന വീഡിയോ
അപ്പം ബോൾ കെട്ടുന്ന വീഡിയോ എടുത്ത് ഞാൻ ചോദിച്ചു, സാറേ ഞാൻ എൻ്റെ മോനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട്, കാരണം അത് ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ ഞാനിങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാർ എന്നോട് പറയണം, നിങ്ങൾ പോകുന്നത് അമ്മ നല്ല ട്രാക്കിൽ കൂടിയാണ്, നിങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യത്തിലൂടെയാണ് പോകുന്നത്, അത് തന്നെ അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നോളുക, ഒരു കുഴപ്പമില്ല, എന്തിനേലും പരിശീലനം അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്, പക്ഷെ അത് അവർക്ക് ബുദ്ധിമുട്ടും ആകാത്ത രീതിയിൽ നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞു. ആദൂട്ടിക്ക് ഫിസിയോതെറാപ്പി നമ്മൾ കൊടുക്കുന്നുണ്ട്, പിന്നെ പ്ലേ തെറാപ്പിക്കാണെങ്കിലും ആദൂട്ടിക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെയുണ്ട്. ഞാനിപ്പം നിങ്ങളോട് വന്ന് കുറച്ച് നേരം സംസാരിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് പോകുന്നേ ഉള്ളൂ, ബാക്കി ഫുൾ സമയം കുഞ്ഞുവാവേൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പം അങ്ങനെ സാറ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ നമ്മുടെ ഓരോ വീഡിയോയും സാറിനെ എടുത്ത് കാണിച്ചു, സാറേ ഞാനിങ്ങനെ നടത്തും, ഇന്നലെ പേന പിടിപ്പിക്കുന്നുണ്ടല്ലേ, നമ്മളങ്ങനെ ചെയ്യുന്നത് നിസ്സാര കാര്യമല്ല കേട്ടോ. നമ്മളത് പല പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ മൈൻഡിലേക്ക് അതങ്ങ് സെറ്റ് ആകുവാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു കാര്യം തോന്നി, ഇനിയിപ്പം ആദൂട്ടിക്ക് ഇവിടെ വന്ന് പാമ്പേഴ്സ് ഒന്ന് നമുക്ക് ഒഴിവാക്കി നോക്കണം എന്നൊക്കെ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. തോന്നിയിട്ട് ചെയ്ത കാര്യം ഞാൻ പറയാം. പാമ്പേഴ്സ് ഫസ്റ്റായിട്ട് ഒഴിവാക്കിയുള്ള അത് ഞാനൊരു വേറൊരു വീഡിയോ പറയാം കേട്ടോ. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു ഇന്നലെ 2 ദിവസം കൊണ്ട്. അപ്പോൾ സാറിനോട് ഇങ്ങനെ സംസാരിച്ച് നല്ല മനസ്സിൽ നല്ലൊരു പോസിറ്റീവാണ് കേട്ടോ നമുക്ക് വന്നത്. നല്ലൊരു പോസിറ്റീവ് കാര്യമാണ് നമുക്ക് സാറിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിൽ വന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, നമ്മൾ രാത്രിയിൽ ഉറങ്ങാതിരിക്കുമ്പോൾ പിള്ളേർക്ക് ഉറക്കമരുന്ന് കൊടുക്കും, പക്ഷേ ആ ഉറങ്ങുന്ന മരുന്ന് കൊടുക്കുന്നതിന് പകരം നമ്മൾ അവരെ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നിസ്സാര കാര്യമായിട്ടാണെങ്കിലും ഇപ്പോൾ ഈ ആദൂട്ടിന് ക്ലാസ് വെച്ചിട്ട് ആദൂട്ടിനെ കൊണ്ട് ക്ലാസ് ഇങ്ങനെ പിടിപ്പിക്കുക, അന്നേരം അവരുടെ ശരീരം കുറച്ചെങ്കിലും ഒന്ന് അനങ്ങുന്നുണ്ട്. അപ്പോൾ അവർ ടയേർഡായി കഴിയുമ്പോൾ അവർ രാത്രി കിടന്ന് ഉറങ്ങിക്കോളും. അല്ലാതെ ഈ ഉറക്കമരുന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മൾ കുറച്ച് കൊണ്ടുവരികയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആയിക്കോട്ടെ നല്ല കാര്യമാണെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് പല പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ അറിയാത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. അതിന് സാറിനോട് ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്നും ഒന്നുമല്ലാന്ന് എനിക്ക് തോന്നി കേട്ടോ. വേറെ എന്തൊക്കെയോ ഒരുപാട് കൂടുതൽ എനിക്ക് ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ ആദൂട്ടിക്ക് വേണ്ടി ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ നമ്മളിങ്ങനെ ചാനലുണ്ട്, അപ്പം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കും. അപ്പോൾ എന്നോട് ഇപ്പം ആദൂട്ടിക്ക് ഇത്രയും വർത്തമാനം പറയാൻ ഇത്രയും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ഞാൻ ഈ വീഡിയോ കൂടി ഞാനിങ്ങനെ പറ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരൊറ്റ കാര്യമുള്ളൂ. കാരണം ആദൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ വർത്തമാനം പറയുന്നതനുസരിച്ച് ആദൂട്ടി എൻ്റെ കൂടെ വർത്തമാനം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആദൂട്ടിക്ക് ഇപ്പോൾ ശബ്ദം പുറത്തേക്ക് വന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ സാറായാലും പറഞ്ഞു ഫിസിയോതെറാപ്പി ഡെയിലി ചെയ്തോ, ഫിസിയോതെറാപ്പി മുടക്കരുത് എന്നൊക്കെ പറഞ്ഞു. അമ്മേനോട് പറയുന്നുണ്ട്, എന്നോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളന്ന് ഷൊർണൂർ ഐക്കോൺസിൽ പോയപ്പോൾ അവിടുത്തെ സാറിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ സാറിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഒത്തിരി മനസ്സ് നിറഞ്ഞ് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അന്ന് അവിടുന്ന് പോകുന്നത്. നമുക്ക് കോഴിക്കോട് പോകണമെന്നൊക്കെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒത്തിരി മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. നമ്മൾ അറിയില്ലാത്തൊരു കാര്യം ചിലർ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്കറിയില്ലാത്ത കാര്യം നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ അവർക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു മടിയില്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്കത് പറഞ്ഞു തന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന് പറയാതിരിക്കാൻ പറ്റിയല്ല കേട്ടോ. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം സാറ് പറഞ്ഞതുപോലെയൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് ചെയ്തു. അത് ഞാൻ പറഞ്ഞുതരാം. അത് നാളത്തെ വീഡിയോ ഞാൻ പറയാം കേട്ടോ. നാളെയല്ല, ഒന്നരാടായിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നത്, ആ കാര്യത്തിൽ പറയാം. പക്ഷേ എനിക്ക് വല്ലാത്ത മനസ്സിൽ തട്ടിയ ഒരു അനുഭവമായിരുന്നു കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റി. അതനുസരിച്ചല്ല ഞാൻ ആദൂട്ടിക്ക് ഓരോന്നോരോന്ന് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷം കേട്ടോ, കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. നമ്മളെങ്ങനെയുള്ളവരൊക്കെ മക്കൾക്ക് കുഴപ്പം ഇങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദൂട്ടിനെ ഒന്നും കൊണ്ടുപോയിട്ട് പോലുമില്ല. സൈക്കോളജിസ്റ്റിനൊക്കെ ഉണ്ട്, നമ്മൾ അവരുടെ അവരെന്താണ് പറയുന്നത്, അവരെങ്ങനെയാണ് പറയുന്നത്, അതൊക്കെ ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും എന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ. ആദൂട്ടിനെ കണ്ടിട്ട് പോലും ഇല്ലാതെ സാറ് നമുക്ക് അത്രയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നെ. വീഡിയോ കൂടി ഞാൻ കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമാണ്, വീഡിയോയിൽ എല്ലാവരോടും ലൈവ് വരുന്ന ഇഷ്ടമാണ്, എല്ലാവരോടും സംസാരിക്കുന്ന ഇഷ്ടമാണ്. നമ്മൾ വരുമാനത്തിന് വേണ്ടി തന്നെ തുടങ്ങിയതാണ്. അറിയാലോ, പാമ്പേഴ്സിനൊക്കെ നല്ല എമൗണ്ട് ആവുന്നുണ്ട്. വരുമാനത്തിന് വേണ്ടി തന്നെ തുടങ്ങിയതാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനേക്കാളൊക്കെ ഉപരി ഇപ്പം ആദൂട്ടീൻ്റെ സന്തോഷം, ആദൂട്ടീനെ ഭയങ്കര സന്തോഷമാണ് വീഡിയോ എടുക്കുമ്പോൾ. അതുപോലെ തന്നെ കുറേ പേര് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, ആദൂട്ടീനെ ഒരു ദിവസം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതൊക്കെ വലിയൊരു കാര്യമല്ലേ.
ഇപ്പം ഞാൻ അറിയപ്പെടുന്നത് തന്നെ ആദുട്ടിയുടെ അമ്മ എന്നാണ് കേട്ടോ. എവിടെ പോയാലും ആദുട്ടിയുടെ അമ്മയല്ലേ എന്ന് വെച്ചാൽ ആരേലും ഒരാളുണ്ടാവും കേട്ടോ. അത് നമുക്ക് വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ വരിക, നമ്മൾ അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. സൈക്കോ ഡോക്ടറെ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒത്തിരി മനസ്സ് നിറഞ്ഞു. സാറ് പാമ്പേഴ്സ് മാറ്റുന്ന കാര്യവും നമ്മൾ ഓരോന്ന് ചെയ്യിപ്പിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു തന്നപ്പം ഒത്തിരി മനസ്സ് നിറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിട്ട് അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവവും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നാളെ കാണാം. വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് ചെയ്യാം. നാളത്തെ കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് പാമ്പേഴ്സ് മാറ്റിയപ്പം എനിക്കുണ്ടായ അനുഭവം എന്താണെന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ പിന്മാറിയിട്ടില്ല. ഞാൻ അതെല്ലാം അതേപോലെ ചെയ്തുകൊണ്ടിരിക്കും. കറണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇന്ന് തന്നെ വരും, ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ നാളെ വരുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ കൂടെ കൂട്ടാനും പ്രാർത്ഥിക്കാനും മറക്കരുത് കേട്ടോ. അപ്പം നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ. ഉമ്മ.